ഹായ് ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സിലെ പുതിയൊരു ട്രിക്കുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ട്രിഗണോമെട്രിയിലെ രണ്ടാമത്തെ ഒരു ട്രിക്കിലോട്ട് കടക്കുകയാണ്. സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും സ്റ്റാൻഡേർഡ് വാല്യൂസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള അടിപൊളി ട്രിക്കാണ്. മാത്സിൽ മാത്രമല്ല ഫിസിക്സിലും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക. വളരെ ഈസി ആയിട്ട് നമുക്ക് sin 0, sin 30, sin 45, sin 60, sin 90 അതുപോലെ തന്നെ കോസിൻ്റെയും ടാനിൻ്റെയും എല്ലാം വാല്യൂ വളരെ ഈസി ആയിട്ട് അപ്പോൾ തന്നെ ഓർത്തെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കിലോട്ട് കടക്കുകയാണ്. നമ്മൾക്ക് ആദ്യം സൈനിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇങ്ങനെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ബോക്സ് വരയ്ക്കുക. Then ഈ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയുമോ? സൈനിൻ്റെ വാല്യൂസ് ആദ്യം 0, 1, 2, 3, 4 0, 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്യുന്നു. എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0/4, 1/4, 2/4, 3/4, then 4/4. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം റൂട്ട് കൂടെ കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് ഓക്കെ, വളരെ ഈസി അല്ലേ? 0, 1, 2, 3, 4 എന്ന് എഴുതുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ എല്ലാം റൂട്ട് കണ്ടുപിടിക്കുക. 0/4 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? √0 എത്രയാണ് മക്കളെ? 0 അല്ലേ? ഇനി √1/4 എന്ന് പറഞ്ഞാൽ 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്. 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 അല്ലേ? 2. ഇനി അടുത്തത് ഇതിനെ വെട്ടിക്കളയാമല്ലേ? 2/4നെ വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √1/2 എന്ന് കിട്ടും. √1ൻ്റെ വാല്യൂ എത്രയാണ്? 1 തന്നെയാണ്. √2 എന്ന് പറഞ്ഞാൽ √2 തന്നെയാണ്. അപ്പോൾ 1/√2 എന്നായി. ഇനി അടുത്തത് 3ൻ്റെ റൂട്ട് എത്രയാണ് മക്കളെ? √3 ആണ്. 4ൻ്റെ റൂട്ട് എത്രയാണ് മക്കളെ? 2 അല്ലേ? √3/4 എന്ന് കിട്ടും. ഇനി 4/4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ സൈനിൻ്റെ വാല്യൂസ് ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങളോട് കോസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എങ്കിൽ 0, 1, 2, 3, 4 എന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്തില്ലേ? അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 0, 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, 0, 1, 2, 3, 4. ഓക്കെ, എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ എന്താ ചെയ്യേണ്ടത്? അടുത്തതായിട്ട് അതിൻ്റെ എല്ലാം റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഇത് 0 എന്ന് കിട്ടും. ദെൻ ഇത് 1/2 എന്ന് കിട്ടും. ഇത് 1/√2 എന്ന് കിട്ടും. ഇത് √3/2 എന്ന് കിട്ടും. ദെൻ ഇത് 1 എന്ന് കിട്ടും. ഓക്കെ, സൈനിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ എന്തിൻ്റെ വാല്യൂ കിട്ടും? കോസിൻ്റെ വാല്യൂ കിട്ടും. ഇനി ടാനിൻ്റെ വാല്യൂ ആണ് പലർക്കും പ്രശ്നം പറ്റുന്നുണ്ട്. ടാനിൻ്റെ വാല്യൂ വളരെ ഈസിയാണ്. സൈനിൻ്റെ കോസിനെ അറിഞ്ഞില്ലെങ്കിൽ വിഷയമല്ല. വളരെ ഈസിയായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാവോ? ടാനിൻ്റെ ഒരൊറ്റ വാല്യൂ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാലും മതി. tan 0 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 0 ആണ്. sin 0 പോലെ തന്നെ sin 0 എന്ന് പറയുന്ന പോലെ തന്നെ tan 0 എന്താണ്? 0 ആണ്. ഇനി ടാനിൻ്റെ ഒരൊറ്റ വാല്യൂ tan 30 മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരുന്നോളൂ. 1/√3. അതെങ്ങനെ ഈസിയായിട്ട് പറയാൻ അറിയാവോ? ഇതിൻ്റെ മുകളിലുള്ള നമ്പറും ഇതിൻ്റെ മുകളിലുള്ള നമ്പറും കൂടെ, സൈനിൻ്റെ മുകളിലുള്ള നമ്പറും കോസിൻ്റെ മുകളിലുള്ള നമ്പറും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. 1/√3 അത് എഴുതി വെച്ചിരുന്നാൽ മതി. ഓക്കെ, tan 30 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി? 1/√3. നോക്കൂ, ഇനി അടുത്തത് എന്താണെന്ന് അറിയോ? ഈ 1നെ തൂക്കി ഇവിടെ ഇടുക, √3 തൂക്കി അവിടെ ഇടുക. അത്രയേ ഉള്ളൂ പരിപാടി. 1നെ തൂക്കി ഇവിടെ ഇട്ടാൽ ഇവിടെ നിന്ന് കിട്ടും. √3 എന്ത് വരും? അവിടെ വരും. ഓക്കെ, അപ്പോൾ 1/√3 മാത്രം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാലും മതി. 1നെ തൂക്കി ഇവിടെ എഴുതുന്നു, √3നെ തൂക്കി അവിടെ എഴുതുന്നു. പരിപാടി കഴിഞ്ഞു. ടാനിൻ്റെ 4 വാല്യൂസ് നമുക്ക് കിട്ടി. പിന്നെ tan 90 എന്താണ് സാർ? tan 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കത്തേ ഇല്ല, എവിടെയും വരത്തില്ല, പ്രോബ്ലത്തിൽ എവിടെയും വരത്തില്ല. എങ്കിൽ പോലും tan 90 അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും സ്റ്റാൻഡേർഡ് വാല്യൂസ് ഏത് നിമിഷം നിങ്ങൾക്ക് മറന്നുപോയാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ജൂനിയേഴ്സിന് എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കാം. വീണ്ടും അടുത്ത കിഡിലൻ ട്രിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്